ഹായ്, നമുക്കിന്ന് നമ്മുടെ തൊടുകളിലൊക്കെ ധാരാളമായി കാണുന്ന ചെമ്പിൻ്റെ താള് കൊണ്ടൊരു തോരനായാലോ? ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ ചേമ്പിൻ്റെ നടുവശത്തെ താള് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തത് എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഉടയാനും അതുപോലെ ചൊറിയാനും ഒക്കെ സാധ്യതയുണ്ട്. താള് കണ്ടിച്ചതിന് ശേഷം അത് നന്നായിട്ട് കഴുകുക. കഴുകിയതിന് ശേഷം തൊലിയൊന്നും കളയണമെന്നില്ല. ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ചിലർ കൊത്തിയരിയും, പക്ഷെ അതിലും നല്ലത് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള കുറച്ച് സവാളയും പച്ചമുളകും അരിഞ്ഞു വെക്കാം. അതിനുശേഷം ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കുറച്ച് അരി ഇട്ട് കൊടുക്കാം. അരി ഇടണം നിർബന്ധമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അല്പം കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. ഇവ മൂത്ത് വന്ന ശേഷം നമുക്ക് ഈ താള് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം. താള് നമ്മൾ ഉപ്പിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്, അതുകൊണ്ട് പിന്നീട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഇത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. വേനൽക്കാലം ആണെങ്കിൽ ചില താളുകൾ പിഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കൂടുതൽ വെള്ളമയം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് പിഴിയുന്നത്. ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഉടഞ്ഞു പോകും. പിന്നീട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുത്ത് വെക്കാം. അല്പം മഞ്ഞളും കൂടെ ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പം തേങ്ങ ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ചതച്ചൊന്നും ചേർക്കേണ്ടി വരുന്നില്ല. എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതൊന്ന് ആവി കയറിയാൽ താള് വേകുന്നതുമാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. സാധാരണ തോരൻ കഴിക്കാത്തവർ പോലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണിത്. 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ചേരുവകളൊന്നും ആവശ്യമില്ല, തേങ്ങയൊന്നും ചതയ്ക്കേണ്ട. അതുപോലെ താളുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ, താങ്ക് യു.